നമസ്കാരം, കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. കൊച്ചി 9 വയസ്സുള്ള മകളോട് ലൈംഗിക അതിക്രമം കാട്ടിയ 17-കാരനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച പിതാവിനെതിരെ കേസെടുത്തെന്ന് പരാതി. 17-കാരനെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് കേസ്. എന്നാൽ പോക്സോ കേസ് അട്ടിമറിക്കാനാണ് ശ്രമമെന്നും അതിന്റെ ഭാഗമായാണ് പിതാവിനെതിരെയുള്ള കേസെന്നും ആരോപിച്ച് കോൺഗ്രസ് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. തിങ്കളാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. CPM അനുഭാവികളാണ് ഇരു കുടുംബവും. കടവന്ത്രയിൽ ഒക്ടോബർ 25-ന് പട്ടാപ്പകലായിരുന്നു സംഭവം. 9ഉം 7ഉം വയസ്സുള്ള പെൺകുട്ടികൾ റോഡിലൂടെ സൈക്കിൾ ചവിട്ടുന്നതിനിടെ 17-കാരൻ ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. പെൺകുട്ടി പിതാവിനോട് പരാതി പറഞ്ഞതോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പിതാവ് കൗമാരക്കാരനെ പിടികൂടി. തുടർന്ന് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് 17-കാരന്റെ ബന്ധുക്കൾ ഉൾപ്പെട്ട CPM പ്രവർത്തകർ എത്തിയെന്നും പണം വാഗ്ദാനം ചെയ്തെന്നും പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. കേസുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലായിരുന്നു പെൺകുട്ടിയുടെ കുടുംബം. ഇതോടെ തന്നെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് 17-കാരൻ പെൺകുട്ടിയുടെ പിതാവിനെതിരെ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയുമായിരുന്നു. പ്രതിയായ 17-കാരനെ പെൺകുട്ടിയുടെ പിതാവ് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തുവന്നു. പാർട്ടി അനുഭാവികളായിട്ടും തങ്ങൾക്ക് ഇത്തരമൊരു പ്രശ്നം വന്നപ്പോൾ സഹായിച്ചില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയതെല്ലാം ഒറ്റയ്ക്കാണ്. 17-കാരൻ സ്വതന്ത്രനായി നടക്കുന്നു. കേസ് ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ലെന്നായതോടെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെന്നും തുടർന്ന് അന്വേഷണം SIയിൽ നിന്നും CIയിലേക്ക് കൈമാറിയെന്നും മാതാവ് വ്യക്തമാക്കി. ഒത്തുതീർപ്പിന് വഴങ്ങാത്ത പിതാവിനെ കള്ളക്കേസിൽ കുടുക്കി പോക്സോ കേസ് അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ട് ഉമാ തോമസ് MLA, DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് എന്നിവർ ആരോപിച്ചു. 17-കാരനെതിരെയുള്ള കേസിൽ കുട്ടിയെയും മാതാപിതാക്കളുടെയും മൊഴി വീണ്ടും എടുത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് ACP രാജ്കുമാറിന്റെ ഉറപ്പിലാണ് മർദ്ദിച്ചു എന്ന പരാതിയും CCTV ദൃശ്യങ്ങളും ഉള്ളതിനാൽ കുട്ടിയുടെ പിതാവിനെതിരെയുള്ള കേസ് നിലനിൽക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബിൽ ഫോളോ ചെയ്ത് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.